പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ക്രമസമാധാന നില പൂർണ്ണമായും നിയന്ത്രണ വിധേയമായതോടെ സുരക്ഷാ ചുമതലകൾക്കായി നിയോഗിച്ചിരുന്ന കേന്ദ്ര സായുധ പോലീസ് സേനയെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമങ്ങൾ തടയുന്നതിനായി CRPF, BSF, CISF, ITBP, SSB എന്നിവയുൾപ്പെടെ 500 കമ്പനി സേനയെ നിലനിർത്താനായിരുന്നു കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സംസ്ഥാനത്തെ നിലവിലെ അനുകൂല സാഹചര്യം വിലയിരുത്തി ഇവരെ പിൻവലിക്കാൻ കേന്ദ്രം തീരുമാനിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 100 കമ്പനി സേനയെയാണ് തിരികെ വിളിക്കുന്നത്. ശേഷിക്കുന്ന 400 കമ്പനികളെ വരും ദിവസങ്ങളിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി മറ്റു ഘട്ടങ്ങളിലായി പിൻവലിക്കും. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കാണ് പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലായി 21 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള CAPF, സംസ്ഥാന സായുധ പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്നിവയിൽ നിന്നായി ആകെ 2400 കമ്പനി സായുധ ഉദ്യോഗസ്ഥരെയാണ് ബംഗാളിൽ വിന്യസിച്ചിരുന്നത്. 5 കേന്ദ്ര സേനകളുടെയും ഡയറക്ടർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഡൽഹി ആസ്ഥാനം വിട്ട് ദിവസങ്ങളോളം ബംഗാളിൽ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് സുരക്ഷാ ഏകോപനം നിർവഹിച്ചത്. അഭൂതപൂർവമായ ഈ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി 5000-ഓളം ബുള്ളറ്റ് പ്രൂഫ് ക്വിക്ക് റെസ്പോൺസ് വാഹനങ്ങളും സംസ്ഥാനത്തുടനീളം വിന്യസിച്ചിരുന്നു. എല്ലാ ദിവസവും രാവിലെ 10 മണിയോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതു സംബന്ധിച്ച കൃത്യമായ സാഹചര്യ റിപ്പോർട്ടുകളും സമർപ്പിച്ചിരുന്നു. സുരക്ഷാ ഏജൻസികളുടെ ഈ ശക്തമായ ഇടപെടലുകൾ കാരണം ഇത്തവണ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങൾ വളരെ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പുനർവിന്യസിക്കപ്പെട്ട കേന്ദ്ര സായുധ പോലീസ് സേനാ കമ്പനികൾ ഏപ്രിൽ 29 മുതൽ അക്രമബാധിതമായ വടക്കു കിഴക്കൻ സംസ്ഥാനത്തേക്ക് മടങ്ങാൻ തുടങ്ങുമെന്നൊരു ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. മണിപ്പൂരിൽ വിന്യസിച്ചിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഏകദേശം 30% സമീപ ആഴ്ചകളിൽ താൽക്കാലികമായി പിൻവലിച്ചത് പ്രധാനമായും പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ പിന്തുണയ്ക്കുന്നതിനായിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി മണിപ്പൂരിൽ നിന്നും ഏകദേശം 85 കമ്പനികളെ അയച്ചു. മണിപ്പൂരിൽ വിന്യസിച്ചിരിക്കുന്ന CAPF-ന്റെ 275 കമ്പനികളുണ്ട്. പുറത്താക്കപ്പെട്ട ഈ കമ്പനികൾ ഏപ്രിൽ 29 മുതൽ തിരിച്ചെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. മണിപ്പൂർ സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് അങ്ങനെയായിരുന്നു. സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള തിരിച്ചുവരവ് കരസുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും ബാധിത പ്രദേശങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിന് പ്രാദേശിക നിയമപാലകരെ സഹായിക്കുമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. സാഹചര്യം ഇപ്പോഴും വളരെ സെൻസിറ്റീവാണ്. CAPF യൂണിറ്റുകളുടെ തിരിച്ചുവരവ് സാധാരണക്കാരിൽ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. സമീപ ആഴ്ചകളിൽ മണിപ്പൂരിൽ നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങളും സമൂഹങ്ങൾക്കിടയിൽ ഭയം വർദ്ധിപ്പിച്ച ആക്രമണങ്ങളും ഉൾപ്പെടുന്നു. ഇരകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരും അതിർത്തി സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നിരുന്നു. ഇത് അശാന്തിയുടെ ഗൗരവം അടിവരയിട്ടു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മേദി, കുക്കി, സോനാഗ എന്നീ 3 പ്രധാന സമുദായങ്ങളും പുതിയ ആക്രമണങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിലേക്കും ആകർഷിക്കപ്പെട്ടു. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തെ വീണ്ടും കടുത്ത അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടു. മണിപ്പൂരിലെ മുൻ സാഹചര്യങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമാണ്. 2023 മെയ് മുതൽ മണിപ്പൂരിലെ സംഘർഷം ഇംഫാൽ താഴ്വരയിൽ പ്രബലരായ മെയ്തേയ് സമൂഹത്തെയും ചുറ്റുമുള്ള കുന്നുകളിലെ കുക്കി, സോ ഗോത്രങ്ങളെയും തമ്മിൽ വലിയ തോതിൽ എതിർത്തു. വടക്കൻ ജില്ലകളിൽ കേന്ദ്രീകരിച്ച നാഗ സമൂഹങ്ങൾ അസ്വസ്ഥമായ നിഷ്പക്ഷതയുടെ നിലപാട് നിലനിർത്തിയിരുന്നു. സംസ്ഥാന പോലീസും ശേഷിക്കുന്ന കേന്ദ്ര യൂണിറ്റുകളും പ്രവർത്തനം തുടരുന്നതിനിടെ കേന്ദ്രസേനയിലെ താൽക്കാലിക കുറവ് പ്രവർത്തന വെല്ലുവിളികൾക്ക് കാരണമായിട്ടുണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു, പ്രത്യേകിച്ചും ദുർബല മേഖലകളിൽ. എന്നിരുന്നാലും പോളിംഗ് സമയത്ത് പരമ്പരാഗതമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള പശ്ചിമ ബംഗാളിൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പുനർവിന്യാസം ആവശ്യമാണെന്നാണ് അധികാരികൾ വാദിച്ചത്. നിലവിൽ സാഹചര്യങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.